By 2019, I came to a realization that ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്ത ഈ ജോബ് കംസ് വിത്ത് ആൻ എക്സ്പയറി ഡേറ്റ്. എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. എൻ്റെ പാനിക്, എൻ്റെ ടെൻഷൻസ് എല്ലാം തിരിച്ചു വരാൻ തുടങ്ങി. വെയിറ്റ്, മനസ്സിലായില്ല അല്ലേ? ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. Welcome back to AV Logs. First of all, I have to thank all of you guys. 50 സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ചാനൽ 50 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുന്നു. ഇതെൻ്റെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ ആണ്. ആൻഡ് താങ്ക്സ് ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ഫോർ മേക്കിംഗ് ദിസ് പോസിബിൾ. ഇന്ന് തൊട്ട് ഞാൻ പുതിയൊരു സീരീസ് തുടങ്ങുവാണ്. ഇതൊരു സീരീസ് ആണെങ്കിലും ഇതിൽ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സ് എല്ലാം സ്റ്റാൻഡ് അലോൺ സ്റ്റോറീസ് ആയിരിക്കും. സോ ലെറ്റ്സ് ഗോ. 2018 ജാനുവരിയിൽ ഞാൻ CA ഡ്രോപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ജോലിക്ക് അപ്ലൈ ചെയ്തായിരുന്നു. കണ്ണി കണ്ടിടത്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്തു. ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. ഏറ്റവും അവസാനം എനിക്ക് ഫെബ്രുവരി 2018 ആയപ്പം 2 ഓഫർ ലെറ്റേഴ്സ് കിട്ടി. ഒരു ഓഫർ ലെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ അവിടെ തന്നെയുള്ളൊരു പ്രൈവറ്റ് ഫിനാൻസ് ഫേമിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട്. രണ്ടാമത്തെ ഓഫർ ലെറ്റർ എനിക്ക് കിട്ടിയത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു കോർപ്പറേഷൻ ഉണ്ട്, അവിടെ ഫൈനാൻസ് മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവായിട്ട്. ആൻഡ് ഫോർ ഓബ്വിയസ് റീസൺസ് ഞാൻ രണ്ടാമത്തെ ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. ബിക്കോസ് ഗവൺമെൻറ് ജോലി അല്ലേ. ഗവൺമെൻറ് ജോലിയൊക്കെ സാധാരണ ആൾക്കാർ മറ്റേ എക്സാമൊക്കെ എഴുതി കിട്ടുന്നത് എനിക്കൊരു ഇൻ്റർവ്യൂ വഴി. ഇറ്റ് വാസ് നോട്ട് ഈസി, പക്ഷേ അത് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ലൈഫ് ഇസ് സെറ്റ്. ബിക്കോസ് ദാറ്റ് വാസ് ദ ഡ്രീം. ഗവൺമെൻറ് ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഡ്രീം. നമ്മുടെ ലൈഫ് സെറ്റായി. പക്ഷേ ഫസ്റ്റ് ഡേ ഓറിയൻറ്റേഷന് പോയപ്പോഴാണ് എനിക്ക് റിയാലിറ്റി ഹിറ്റായത്. ബിക്കോസ് അവരുടെ ഓഫർ ലെറ്ററിൽ അവരതങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും ഫസ്റ്റ് ഓറിയൻറ്റേഷൻ ഡേയിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഇതൊരു ടെമ്പററി പൊസിഷനാണ്, ഒരു ഇൻറ്റേൺഷിപ്പാണ്. പിന്നെയും ഇൻറ്റേൺഷിപ്പ്. ഓക്കെ, വാട്ട് എവർ. മാസം 25,000 രൂപ സാലറി. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, ലെറ്റ്സ് സീ. ഇപ്പം ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് 2 വർഷം ഇവിടെ വർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെസ്യൂമെ എങ്കിലും ബിൽഡ് ചെയ്യാമല്ലോ. പക്ഷേ ആ സമയത്ത് ആ ജോലി എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയിരുന്നു. ബിക്കോസ് 2018 എൻ്റെ ലൈഫിൽ ഒരു മേജർ ഇവൻറ്റ് നടക്കാനിരിക്കുമായിരുന്നു, എൻ്റെ കല്യാണം. 2018 മാർച്ചിൽ ഞാൻ ഈ ജോലിക്ക് കയറുന്നു, 2018 ഓഗസ്റ്റിൽ എൻ്റെ കല്യാണം. സോ വന്നവരടുത്തും പോയവരടുത്തും എല്ലാം ചെക്കൻ എന്താ ജോലി? ഗവൺമെൻറ് ജോലി. മോനിപ്പോൾ എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ്റിലാണ്. പോരെ. അങ്ങനെ കല്യാണം കഴിഞ്ഞു, ഹണിമൂണായി. ഐ വാസ് സോ ഹാപ്പി. നല്ലൊരു ജോലിയുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാലറി. ഐ മാരീഡ് ദ ഗേൾ ഓഫ് മൈ ഡ്രീംസ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാക്കി. പക്ഷേ ഒരു 2019 ആയപ്പോൾ പതുക്കെ റിയാലിറ്റി പിന്നെയും ഹിറ്റാവാൻ തുടങ്ങി. മീ ആൻഡ് മൈ ഡാം ബ്രെയിൻ. ഞാൻ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു. ഞാൻ മുമ്പ് എപ്പോഴും പറഞ്ഞതുപോലെ ഞാൻ ഒരു ടെക്സ്റ്റ് ബുക്ക് ഓവർ തിങ്കറാണ്. എൻ്റെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രശ്നം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്കെങ്കിലും പോലും അത് റിലാക്സ്ഡ് ആയിട്ടിരിക്കില്ല. 2018 തുടക്കത്തിൽ എൻ്റെ പ്രശ്നം നല്ലൊരു ജോലി വേണമെന്നായിരുന്നു. ജോലി കിട്ടി. അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈശ്വര ഭഗവാനെ, കല്യാണമൊക്കെ നല്ല രീതിയിൽ നടന്നു പോകണേ. കല്യാണം നടന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ 2019 വരെ മറ്റേ ഒരു ഹണിമൂൺ ഫേസൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് പോയി. 2019 ആയി അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പുകപടലമൊക്കെ ഒന്ന് കെട്ടടങ്ങിയപ്പം അടുത്തത് ഓക്കെ, ഇനി എന്ത് പ്രശ്നം എന്ന് ആലോചിച്ചപ്പോഴാണ് അടുത്ത പ്രശ്നം. എടാ, നിനക്ക് 2020 ആകുമ്പോൾ ഈ ജോലി കഴിയും എന്നറിയാമോ? പിന്നെ 2019 എഗെയിൻ സ്റ്റാർട്ടഡ് ദ ഹോൾ പ്രോസസ്സ്. ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് റെഫറൻസ് ചോദിച്ചു. ടെക്നോ പാർക്കിൽ ഒരുപാട് ജോബ്സിന് അപ്ലൈ ചെയ്തു, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലികളൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതേ സാലറിയിലുള്ള ജോലി കിട്ടുന്നില്ല. അങ്ങനെ കുറേ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഇരുന്നപ്പം റാൻഡംലി ഒരു ദിവസം വൈകുന്നേരം ഞാൻ എൻ്റെ ഫാദർ ഇൻ ലോയെ കാണാൻ പോയി. അതിനു മുമ്പ് എനിക്ക് എൻ്റെ ഫാദർ ഇൻ ലോയെക്കുറിച്ച് പറഞ്ഞേ പറ്റൂ. എൻ്റെ ജീവിതത്തിൽ ഇത്രയും പാവം പിടിച്ചൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടേയില്ല. മൈ വൈഫ് ഹാസ് അതർ ഒപ്പീനിയൻ. എൻ്റെ വൈഫ് പറയുന്നത് പറഞ്ഞാൽ പുള്ളിയുടെ പ്രൈമിൽ ഒരു വില്ലാതി വില്ലനായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ കാണുന്നത് തൊട്ട് എൻ്റെ ഫാദർ ഇൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചപാവമാണ്. പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്നുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കും. പുള്ളിക്ക് അത് മടുക്കുകയോ അല്ലെങ്കിൽ എന്നെ ഡിസ്കറേജ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. മൈ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടർ ഈസ് മൈ ഫാദർ ഇൻ ലോ. പുള്ളിയെ പരിചയപ്പെട്ട കാലം തൊട്ടേ ഞാൻ ഭയങ്കര തള്ളാണ്. ബാക്കി ആൾക്കാരുടെ അടുത്ത് ഞാൻ തള്ളാണ്, പക്ഷെ പുള്ളിയുടെ അടുത്ത് ഞാൻ തള്ളു കുറച്ച് കൂടുതലാണ്.
എനിക്കത് ചെയ്യാൻ പ്ലാനുണ്ട്. CA പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ ഇങ്ങനെ ചെന്ന് പറയുമായിരുന്നു, ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് CS ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, CMA ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ അത് ചെയ്യണം ആനന്ദേ, അത് നല്ലതല്ലേ അങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷേ ഈ പുള്ളിയുടെ ഈ എൻകറേജ്മെൻ്റ് ഒരു സൈഡിൽ നിന്നുള്ളപ്പോൾ ബാക്കിൽ നിന്ന് എൻ്റെ തള്ളുകളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവണ വേറൊരു വ്യക്തിയും കൂടെ ആ വീട്ടിലുണ്ട്. എൻ്റെ മദറിനിലോ, എൻ്റെ അമ്മായിയമ്മ. പുള്ളിക്കാരിയുടെ അടുത്ത് ഈ തള്ളലൊന്നും പോവില്ല. പുള്ളിക്കാരിക്ക് കറക്റ്റായിട്ട് അറിയാം ഞാൻ ആരാണ്, ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ആക്ച്വലി എന്താണ് പറഞ്ഞത്. ഇത് ഇത്രയും പുള്ളിക്കാരിക്ക് വളരെ കൃത്യമായിട്ട്, അതായത് തൂക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൃത്തിക്ക് പുള്ളിക്കാരി തൂക്കും. ബാക്ക് ടു ദ സ്റ്റോറി. ഒരു റാൻഡം ഈവനിങ് പുള്ളിയുടെ വീട്ടിൽ പോയി. ഞാൻ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പുള്ളിക്കാരൻ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു, ലൈക്ക് ആനന്ദ എന്താണ് പ്ലാൻ, ലൈക്ക് ഇതിപ്പം 1 വർഷം കൂടെയല്ലേ ഉള്ളൂ, വേറെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്, ടെക്നോ പാർക്കിൽ 2-3 ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയൊക്കെ കിട്ടണ്ടേ. പിന്നെ മാത്രമല്ല അവിടുത്തെ വർക്ക് കൾച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 13-14 മണിക്കൂറൊക്കെയാണ് ജോലി ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അത് കാരണം ലൈക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അച്ഛൻ അപ്പുറത്തിരുന്ന് പറയുന്നുണ്ട്, ശരിയാണ്, നമ്മുടെ ഇവിടുത്തെ വർക്ക് കൾച്ചറൊക്കെ അങ്ങനെയൊക്കെ തന്നെ, എന്ത് ചെയ്യാനല്ലേ. അപ്പോൾ വളരെ റാൻഡമായിട്ട് ഒരു ലൂസ് ടോക്ക് പോലെ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിനേക്കാളും ഭേദം എബ്രോഡ് വല്ലതും പോണതാണ്. പുള്ളിക്കാരൻ കുറച്ച് നേരം അങ്ങ് സൈലൻ്റായി. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ആനന്ദേ അങ്ങനെയാണെങ്കിൽ ആനന്ദ് എബ്രോഡ് പോകാനുള്ള പ്ലാൻസ് നോക്ക്. അപ്പം ഞാൻ പറഞ്ഞു, ആനന്ദിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്, ഇനി ഇവിടെ നിന്നിട്ട് വലിയ രക്ഷയൊന്നുമില്ല, ആനന്ദ് വെളിയിൽ പോയി രക്ഷപ്പെടാൻ നോക്ക്. ഓക്കെ, ആലോചിക്കാം എന്നുള്ളതാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ആനന്ദിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആനന്ദ് അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യും. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യമൊക്കെ ഞാൻ ആനന്ദിൻ്റെ അച്ഛനുമായിട്ട് സംസാരിച്ചിട്ട് അതൊക്കെ നമ്മൾ മുതിർന്നവർ നോക്കിക്കോളാം. ആനന്ദ് ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കും, എന്നിട്ട് നമുക്കത് പ്രൊസീഡ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ. എൻ്റെ അമ്മായി അപ്പനെ കുറിച്ച് ഞാൻ വേറൊരു കാര്യം കൂടെ പറയണം. പുള്ളിക്കാരൻ എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ആഴ്ചയെങ്കിലും അത് നടത്തിയേ പറ്റൂ. സോ അതുകൊണ്ട് ഈ കാര്യം എങ്ങാണ്ടോ സംസാരിച്ച ഏതോ ഒരു റാൻഡം സാറ്റർഡേ ഈവനിങ് ആണ്. ബൈ അടുത്ത സാറ്റർഡേ ഈവനിങ് ഞാനൊരു ഏജൻറ്റുമായിട്ട് സംസാരിക്കുകയാണ്. എൻ്റെ ഓപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഏത് കൺട്രിയാണ് ബെസ്റ്റ്, സ്റ്റുഡൻറ്റ് വിസയിൽ പോകണോ, PR എടുത്ത് പോകണോ, എന്താണ് എൻ്റെ ക്വാളിഫിക്കേഷൻസ് വെച്ച് ഏത് കോഴ്സ് എടുക്കാൻ പറ്റും. അതായത് ഒരു ജസ്റ്റ് ഒരു ഐഡിയ ആയിട്ട്, ഒരു റാൻഡം ടോക്കിൻ്റെ ഇടയിൽ ഒരു ഐഡിയ ആയിട്ട് വന്നൊരു കാര്യം ഉടനെ തന്നെ ഹീ പുട്ട് ദാറ്റ് ഇൻ ടു എ പ്ലാൻ. ഫൈനലി നമ്മളൊരു കൺട്രി ചൂസ് ചെയ്തു, അയർലൻഡ്. സ്റ്റുഡൻറ്റ് വിസയിലാണ് പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള IELTS പ്രിപ്പറേഷൻ, പിന്നെ നമുക്കൊരു എഡ്യൂക്കേഷൻ ലോൺ വേണം, അതിൻ്റെ പേപ്പേഴ്സ് മൂവ് ചെയ്യണം, ഈ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റാൻഡം ടോക്കിൽ നിന്നും ഒരു പ്ലാനായി, പ്ലാനിൽ നിന്നും പ്രിപ്പറേഷൻ. സോ സ്റ്റേജുകൾ പെട്ടെന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സ്പീഡ് ബ്രേക്കർ പോലെ ഒരു ഇമെയിൽ വന്നത് എൻ്റെ ഏജൻസിയിൽ നിന്ന്. അതായത് അയർലൻഡ് വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില സ്പെക്സ് നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ല. സോ ഇനി എന്ത്?